കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇടയിൽ നിന്ന് പറഞ്ഞു നിർത്തിയത് ദ മെറ്റലർജി ഓഫ് എ അലൂമിനിയം. അലൂമിനിയത്തിന്റെ മെറ്റലർജിയിൽ രണ്ട് പ്രധാന സ്റ്റെപ്പുകളുള്ളത്. വൺ ഈസ് ദി പ്യൂരിഫിക്കേഷൻ ഓഫ് not aluminum but a bauxite. And a second one is the ഈ രണ്ട് സ്റ്റെപ്പുകളാണ് നമ്മുടെ അലൂമിനിയത്തിന്റെ മെറ്റലർജിയിലുള്ളത്. വൺ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ദാറ്റ് ഈസ് ദ എന്ത് പ്രോസസ് ഞാൻ പറയാം, ദാറ്റ് ഈസ് ദ ബെയർ പ്രോസസ്. എൻ്റെ അടുത്ത് പറഞ്ഞ് വേറെ ചില പ്രോസസ്സുകളൊക്കെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ബെയർ പ്രോസസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ ദാറ്റ് പ്രോസസ് വാട്ട് ഈസ് ഡൺ ഈസ് ദ ഇംപ്യൂർ ബോക്സൈറ്റ്. ഓഫ് കോഴ്സ് ആഫ്റ്റർ എ preliminary purification, hand picking അങ്ങനത്തെ impurities ഒക്കെ പരമാവധി remove ചെയ്തിട്ട് then that is a subjected to Baer process, that is pulverized or powdered well and agitated with a moderately strong solution of a sodium hydroxide at a high temperature and a high pressure. Okay, when the aluminum oxide നമ്മൾ ഇതെല്ലാം പറഞ്ഞ ഇതൊക്കെ react with a NaOH forming sodium aluminate to NaOH will give a to NaAlO2 plus H2O. Okay, and that is in ഈ റിയാക്ഷൻ കൂടി എന്താ സംഭവിക്കുന്നത്, ആ ബോക്സ് ഇംപ്യൂർ ബോക്സൈറ്റിലുള്ള അലൂമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ അലൂമിന മാത്രം എന്ത് ചെയ്യുന്നു, gets dissolved in the form of sodium aluminate. All other things remains undissolved and that can easily be separated, and the solution of sodium aluminate obtained, highly alkaline solution of a sodium aluminate obtained, is seeded with crystals of a pure aluminum hydroxide. ഈ സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് സീഡിംഗ് എന്നാ പറയാ. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ ഈ സോഡിയം അലൂമിനേറ്റ് undergoes hydrolysis. ഇത് വേണ്ട AlOH thrice aluminum hydroxide ആയിട്ട് precipitate ചെയ്യും. And this aluminum hydroxide is calcination അല്ലെങ്കിൽ strongly heated to a very high temperature of a 1100 degrees Celsius. It undergoes decomposition forming Al2O3. 2 AlOH thrice will give Al2O3 plus 3H2O. That is a very pure aluminum oxide or alumina is obtained by this process. അപ്പോൾ അതിൽ നടക്കുന്നത് കൃത്യമായി മനസ്സിലായല്ലോ. ആദ്യം സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ചേർത്തിട്ട് പൗഡർ ചെയ്തിട്ട് നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്താൽ അലുമിനിയം ഓക്സൈഡ് മാത്രം ഇംപ്യൂർ ബോക്സൈഡിൽ അലുമിനിയം ഓക്സൈഡ് മാത്രം ഡിസോൾവ് ചെയ്യും. എന്നിട്ട് അതിനെ തിരിച്ച് എങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നത്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നു. ആ പ്രസിപ്പിറ്റേറ്റ് കളക്ട് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ അലൂമിനിയം നമുക്ക് കിട്ടുന്നു. ഇതാണ് ബെയർ പ്രോസസ്, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ദി മെറ്റലർജി ഓഫ് അലൂമിനിയം. മനസ്സിലായില്ലേ? ഇത് ഒരു സൊല്യൂഷനിലേക്ക് പോകും അലുമിനിയം ഓക്സൈഡ് മാത്രം. ആ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ സോഡിയം അലുമിനേറ്റ് കംപ്ലീറ്റ് ഹൈഡ്രോളിക്സ് നടത്തിയിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയി മാറും. അലുമിനിയം ഹൈഡ്രോക്സൈഡ് സോളിഡ് ആയിട്ട് ഫോം ചെയ്യും. that can be collected by filtration and strongly heated at about 1100 degrees Celsius so that aluminum hydroxide is converted into alumina, and that is a very pure alumina is obtained. Aluminium അല്ല, ശ്രദ്ധിക്കുക, അലൂമിന, that is aluminum oxide ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. ഈ സ്റ്റെപ്പിൽ നമ്മളെന്ത് ബോക്സൈറ്റ് ഫോമിൽ എന്തായിരുന്നു, Al2O3 H2O അല്ലെ NH2O, കുഴപ്പമില്ല, ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡ് ആണ്. അതിൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റീസ് ഞാൻ പറഞ്ഞ ടൈറ്റാനിയം ഓക്സൈഡ് ഉണ്ടാവും, സിലിക്കൺ ഓക്സൈഡ് ഉണ്ടാവും, അയൺ ഓക്സൈഡ് ഉണ്ടാവും. ഇതൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടിട്ട് പ്യുവർ അലുമിനിയം ഓക്സൈഡ് ആക്കി മാറ്റിയാണ് ഈ പ്രോസസ്സിൽ കൂടി ചെയ്യുന്നത്. That is the first step, and then we go to the second step. That is
ഇലക്ട്രോളിസിസ് ഓഫ് പ്യുവർ അലൂമിന, ബോക്സൈറ്റ് അല്ല പ്യുവർ അലൂമിനിയായി മാറി. ബോക്സൈറ്റ് പ്യൂരിഫൈ ചെയ്ത് കിട്ടുന്ന എന്താണ്? പ്യുവർ അലൂമിന. ഈ അലൂമിനിയം ബോക്സൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് ഈസി ടു ബി റെഡ്യൂസ്ഡ് വിത്ത് കാർബൺ. കാർബണൊക്കെ വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദി ഇലക്ട്രോകെമിക്കൽ സീരീസ് ആൻഡ് ഓൾസോ പൊസിഷൻ ഇൻ ദി എന്ത് ഡയഗ്രം ആയിരുന്നു? എന്ത് ഡയഗ്രം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഈ ചിത്രം ഓർമ്മയില്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഈ ചിത്രം കണ്ടിരുന്ന ഡെൽറ്റ ജി അഗൈൻസ്റ്റ് ടെമ്പറേച്ചർ. എന്ത് ഡയഗ്രം ഓർമ്മയുണ്ടോ? എല്ലിംഗ്ഹാം ഡയഗ്രാം. ഈ എല്ലിംഗ്ഹാം ഡയഗ്രം അലൂമിനിയം സ്ഥാനം വളരെ താഴെയാണ്, വളരെ മേലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതാണ് എല്ലിംഗ്ഹാം ഡയഗ്രത്തിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ പറഞ്ഞു. അതിലേക്കൊന്നും പോയി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, അലൂമിനിയം ഓക്സൈഡിന് കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യാൻ ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്. യു ഹാവ് ടു അപ്ലൈ വെരി ഹൈ ടെമ്പറേച്ചർ and that is not economic to reduce aluminum oxide with the carbon. That may create problems. So that yes, the best method that is adopted for the reduction of alumina into aluminium is electrolysis. ഈ പ്രോസസ്സിന് പ്രത്യേക പേരുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്? ഇസ് കോൾഡ് എ ഹാൾ-ഹെറാൾഡ് പ്രോസസ്. ഹാൾ HAL ഒരാളുടെ പേരാണ്, ഹെറാൾഡ് വേറൊരു പേരാണ്. ഹാൾ-ഹെറാൾഡ് പ്രോസസ് ഫോർ ദി electrolysis of alumina or aluminum oxide. Where aluminum oxide obtained from where process കിട്ടിയിരിക്കുന്ന where aluminum oxide നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുക. അവിടെയും കുഴപ്പമുണ്ട്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ വളരെ ഹൈ ആണ്. അലൂമിനിയം ഓക്സൈഡ് ഇസ് ഹാവിങ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പോൾ ഫ്യൂസ് ചെയ്തിട്ട് സാധാരണ എല്ലാം അങ്ങനെ ചെയ്യുന്നത്, ഫ്യൂസ് ചെയ്തിട്ട് ഇലക്ട്രോളിസിസ് നടത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ ലയിച്ചാൽ തന്നെ അക്വ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ അലൂമിനിയം കിട്ടില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന മാർഗം, അതായത് ഈ ഹാൾ-ഹെറാൾഡ് പ്രോസസ് കൂടി ചെയ്യുന്നത്, അലൂമിന ഓർ പ്യുവർ അലൂമിനിയം ഓക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ molten cryolite. നമ്മൾ cryolite ഇന്നലെ കണ്ടു. Cryolite is another ore of aluminum, Na3Al(F6). Na3Al(F6) is cryolite, but it is very costly and rare. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. So usually in the Hall-Heroult process, instead of a natural occurring moment, നമ്മൾ ഓറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ എന്താണ് അതിന്റെ അവൈലബിലിറ്റി റെയർ ആണ്, വളരെ കുറവാണ്, മാത്രമല്ല കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ അതിന് പകരം സിന്തറ്റിക് ക്രയോളൈറ്റ്, അതായത് സോഡിയം ഫ്ലോറൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് 3NaF പ്ലസ് AlF3. അലുമിനിയം ഫ്ലോറൈഡും സോഡിയം ഫ്ലോറൈഡും ഏകദേശം റേഷ്യോയിൽ മിക്സ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സിന്തറ്റിക് ക്രയോളൈറ്റ് കിട്ടും. ഈ സിന്തറ്റിക് ക്രയോളൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പ്രയോഗത്തിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്തിന്? ഫോർ ദി ഇലക്ട്രോളിസിസ് ആസ് എ സോൾവെന്റ് ഫോർ ഡിസോൾവിങ് അലൂമിന. മനസ്സിലായില്ലേ? ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വർക്കാവുന്ന അതിനോട് കുറച്ച് ഫ്ലൂറൈറ്റ് ഓർ കാൽസ്യം ഫ്ലൂറൈഡ് കൂടി ചേർക്കും. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി മെൽറ്റിംഗ് പോയിന്റ് സം കാൽസ്യം ഫ്ലൂറൈഡ് ഓൾസോ ഇസ് ആഡഡ്. ഇതൊക്കെ പറഞ്ഞാല് ആ ഇലക്ട്രോളിറ്റിക് ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോളിസിസ് മനസ്സിൽ വേണം. ഇലക്ട്രോളിറ്റിക് ബാത്ത്, കാത്തോഡ്, ആനോഡ് മനസ്സിലുണ്ടാവില്ലേ? ഉണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രോണിക് ബാത്തുകളുടെ പ്രയോളായിട്ട് സോൾവെന്റ് ആരാണ്? ക്രയോളൈറ്റ് ആണ്. സിന്തറ്റിക് ക്രയോളൈറ്റ്, സിംപ്ലി ക്രയോളൈറ്റ്, to which a small quantity of a calcium fluoride also is added. Calcium fluoride വേറൊരു വാക്കുണ്ട്, നിങ്ങൾ കണ്ടാൽ എന്താ പറയുന്നത്? ഫ്ലൂറൈറ്റ് എന്ന് പറയും. സ്വല്പം ഫ്ലൂറൈറ്റ് ചേർത്ത ക്രയോളൈറ്റ്, അതാണ് സോൾവെന്റ്. ആ സോൾവെന്റിലാണ് എന്തിനാണ് ചേർക്കുന്നത്? in order to reduce the melting point. കാരണം ഒരു ലിക്വിഡ് ഫോമിൽ കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോളിസിസ് നടക്കൂ, നമുക്കറിയാം. So the electrolytic vessel contains consists of large steel tanks. ഇത് സ്റ്റീൽ ടാങ്ക് ആണ്, വെരി ലാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ടാങ്ക് ഒന്നുമല്ല, വലിയ ഹ്യൂജ് ടാങ്ക് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ലൈൻഡ് ഔട്ട്സൈഡ് വിത്ത് എ ഹീറ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ. വളരെ ഹൈ ടെമ്പറേച്ചർ ആകുന്നുണ്ടെങ്കിൽ ഫയർ ബ്രിക്സ് ഉപയോഗിച്ചിട്ട് പുറത്ത് നല്ലൊരു കോട്ടിംഗ് ഉണ്ടാവും. കാരണം ഇതിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ വളരെ ഹൈ, അബൌട്ട് 1000 ഡിഗ്രി, ഏകദേശം 900 ഡിഗ്രീസ് ഉണ്ടാവും. സോ ദാറ്റ് സ്റ്റീലിന്റെ പുറത്തേക്ക് ടെമ്പറേച്ചർ നഷ്ടപ്പെടാതിരിക്കാൻ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫയർ ബ്രിക്സ് കൊണ്ട് ഇതിന്റെ പുറത്ത് കോട്ടിംഗ് ഉണ്ടാവും. ഓക്കെ, തീർന്നില്ല. ഇതിന്റെ അകത്ത് ഇൻസൈഡ് ഓഫ് വിച്ച് ഈസ് കോട്ടന്റെ എ ലെയർ ഓഫ് ഗ്രാഫൈറ്റ്, അകത്ത് ഗ്രാഫൈറ്റിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും.
ഇതിനൊന്നും ഉണ്ടാവില്ല, കുറച്ചുണ്ടോ വരച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് വലുതായി കാണിച്ചതാണ്. എന്താണ് ലാർജ് സ്റ്റീൽ ടാങ്ക്സ് outside of which is coated with a fire clay, not heat resistant fire clay bricks. മനസ്സിലായില്ലേ? എന്തിനാണ്? ഹീറ്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അകത്ത് കോട്ട് ചെയ്തിരിക്കുന്നതാണ് ഗ്രാഫൈറ്റ്. ഇതെന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ഈ ടാങ്ക് തന്നെയാണ് നമ്മുടെ ഇത് കാത്തോഡ്. ഈ ഗ്രാഫൈറ്റ് ലെയറിന് വേണമെങ്കിൽ നമുക്ക് കാത്തോഡ് ആയിട്ട് കാണാം. ഗ്രാഫൈറ്റ് ഈസ് എ കണ്ടക്ടിംഗ് മെറ്റീരിയൽ ആൻഡ് ദി ആനോഡ്. ആനോഡ് എന്ന് പറഞ്ഞാൽ അഗൈൻ ഗ്രാഫൈറ്റ് റോഡ്സ് ഹാങ്ങിങ് ഫ്രം ദി ടോപ്പ്. ടോപ്പിൽ നിന്ന് താഴേക്ക് ഹാങ് ചെയ്യുന്ന ഒരുപാട് ഗ്രാഫൈറ്റ് റോഡ്സ് ആണ് നമ്മുടെ എന്ത് ആനോഡ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത് ഗ്രാഫൈറ്റ് റോഡ്സ് ആണ്. ഇതൊക്കെ എക്സാമിനേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് മെസ്റ്റർ പല പേര്. ഇതാണ് നമ്മുടെ ആനോഡ് അല്ലെങ്കിൽ എസ്. ദിസ് ഈസ് എസ് കാത്തോഡ്. Cathode ആണ്. Cathode is the graphite lining inside the steel tank, and anode consists of large number of graphite rods hanging from the from the top സീലിംഗിൽ നിന്ന് താഴോട്ട് ഹാങ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു റോഡ്സ് ഉണ്ടാവും. ഇതിലാണ് നമ്മുടെ എന്ത് നിറച്ചിരിക്കുന്നത്? ഇലക്ട്രോളിസിസ് ബാത്ത്. ഇതിലെന്താ ഉള്ളത്? ഇതിലുള്ളതാണ് നമ്മുടെ എന്താണ് അലൂമിന dissolved in Al2O3 in molten cryolite. Okay, ഇതാണ് സംഭവം. അതായത് helps around electrolytic process for the extraction of aluminum from pure aluminum oxide. See, pure aluminum oxide is dissolved in molten cryolite. ഫ്യൂസ് ചെയ്ത് ലിക്വിഡ് ഫോമിലൊക്കെ അതിലേക്ക് അലുമിനിയം ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നു. അലുമിനിയം ഓക്സൈഡ് is soluble in molten cryolite. In order to bring down the melting point, a small quantity of calcium fluoride also is added so that the temperature freezing point ലിക്വിഡ് ഫോമിൽ നിൽക്കണമെങ്കിൽ ജസ്റ്റ് above 900 ഡിഗ്രി സെൽഷ്യസ് മതിയാവും. അല്ലെങ്കിൽ 1000 കൂടുതൽ ടെമ്പറേച്ചർ വേണം. അതിന് പകരമാണ് ഇത് ചേർക്കുന്നത് കുറച്ച് ഫ്രീസിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് കുറക്കാൻ വേണ്ടി. അതിന്റെ കറണ്ട് ബാസ്റ്റ് ഡയറക്റ്റ് കറണ്ട് ആണ്. ഇറ്റ്സ് എ വെരി ലോ വോൾട്ടേജ്, ഇസ് എ 5 to 6 വോൾട്ട് ഓൺലി. വളരെ കുറവാണ്. ദ കറണ്ട് ഈസ് വെരി ഹൈ, അറൗണ്ട് 1 lakh or more amperes or simply 1 kilo ampere. മനസ്സിലായില്ലേ? വെരി ഹൈ കറണ്ട് ആൻഡ് വെരി ലോ വോൾട്ടേജ്. വോൾട്ടേജ് വളരെ കുറവാണ്, 5 to 6 വോൾട്ടേ ഉള്ളൂ. കറണ്ട് വളരെ കൂടുതലാണ്. സോ വെരി ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെരി ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ഏകദേശം 1000 ഡിഗ്രിയിലായിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാവും. The temperature of this electrolytic bath is around 1000 degrees Celsius. അതാണ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിന് എന്താണ് ഫയർ ക്ലേ ബ്രിക്സ് വെച്ചിട്ട് കോട്ടിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ ദാറ്റ് ടു പ്രിവെന്റ് ഹീറ്റ് ലോസ്. നല്ല ഹൈ ടെമ്പറേച്ചർ നിർത്തണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉണ്ടാകുന്ന അലൂമിനിയം സോൾട്ട് ലിക്വിഫൈ ചെയ്ത് അടിയിലേക്ക് പോകണം. ഇതാണ് കണ്ടീഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ലാർജ് സ്റ്റീൽ ടാങ്ക്സ് ലൈൻഡ് ഔട്ട്സൈഡ് വിത്ത് ഫയർ റെസിസ്റ്റന്റ് ഫയർ ക്ലേ ബ്രിക്സ്. ഫയർ റെസിസ്റ്റന്റ് അല്ല ഹീറ്റ് റെസിസ്റ്റന്റ് ഫയർ ക്ലേ. ഹീറ്റ് റെസിസ്റ്റന്റ് വാക്കൊക്കെ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഹീറ്റ് റെസിസ്റ്റന്റ്, ഹീറ്റിനെ കടത്തി വിടാത്ത എന്താണ് ഫയർ ക്ലേ. ഫയർ ക്ലേ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക തന്നെ, ഫയർ ക്ലേ ബ്രിക്സ്. മനസ്സിലായില്ല? അതുകൊണ്ട് പുറത്ത് കോട്ട് ചെയ്യുന്ന ഭാഗത്ത് ലെയർ ഓഫ് ഗ്രാഫൈറ്റ് which acts as the cathode, and the anode consists of a large number of graphite rods hanging from the top, and the electrolytic bath is pure alumina. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് കിട്ടിയ pure alumina dissolved in molten cryolite. ഇതിന്റെ പേര് കൂടി സൂചിപ്പിക്കുക. A little calcium fluoride is also added so as to bring down the freezing point. Sorry, freezing or melting point. Melting point. Okay.
And when current is passed, what happens? Aluminum ഉണ്ടാവും. എന്തായാലും aluminum oxide ഇക്വേഷൻ നമുക്ക് കുറച്ച് ഇത് മാറ്റിട്ട് എഴുതാം. Aluminum oxide is formed during electrolysis and it is converted to aluminum and oxygen and the aluminum. അലുമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം 660 ഡിഗ്രി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് 1000 ഡിഗ്രികളുണ്ട് ഉണ്ടാവുന്ന അലൂമിനിയം ഇത് ഫോമിലായിരിക്കും, ലിക്വിഡ് ഫോമിലായിരിക്കും. മനസ്സിലായില്ലേ? സോളിഡ് ഫോമിലുണ്ട്, ലിക്വിഡ് ഫോമിലുണ്ടാവുക. ആൻഡ് ദാറ്റ് ബീങ് ഡെൻസർ ദാൻ ദിസ്, ഇതിനേക്കാൾ ഡെൻസിറ്റി കൂടിയ കൊണ്ട് തന്നെ ഈ അലൂമിനിയത്തിന്റെ താഴെ ഒരു ലെയറായിട്ട് ഇങ്ങനെ അലൂമിനിയം, ദിസ് ഈസ് അലൂമിനിയം ദാറ്റ് ഈസ് കളക്റ്റഡ് അറ്റ് ദി ബോട്ടം. അപ്പോൾ അലൂമിനിയം ഉണ്ടായി, അത് ഒരിക്കൽ ശരീരം അടിയിൽ ഇങ്ങനെ ആ ലിക്വിഡ് ഫോമിൽ അടിയിൽ അലൂമിനിയം മെൽറ്റ് ചെയ്ത് നല്ലതായിട്ട് അലൂമിനിയം മെൽറ്റ് ചെയ്ത് കണ്ടാൽ അത് പച്ചവെള്ളം, അലൂമിനിയത്തിന്റെ യാതൊരു നേച്ചർ ഉണ്ടാവില്ല, വെള്ളം പോലെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വാട്ടർ, കളർലെസ് ലിക്വിഡ് ആണ് മോൾട്ടൺ അലൂമിനിയം. അപ്പോൾ ഒരു കളർലെസ് ലിക്വിഡ് ആയിട്ട് അലൂമിനിയം താഴെ സെറ്റിൽ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് യൂഷ്വലി ഐദർ ടേക്കൺ ഔട്ട് ലൈക്ക് ദിസ്. ഇവിടെ ടാപ്പൊക്കെ ഉണ്ടാവും, ഇതിലെ കൂടി അലൂമിനിയത്തിന് പുറത്തേക്ക് എടുക്കാം. ചില കേസിൽ ദാറ്റ് ഈസ് സൈഫൺഡ് ഔട്ട്, കോയിലിൽ കൂടി സൈഫൺ രൂപത്തിലും എന്തായാലും ശരി, ദാറ്റ് ഈസ് ഐദർ ടാപ്ഡ് ഔട്ട് എന്നാൽ സൈഫൺഡ് ഔട്ട് ഫ്രം ദി ബോട്ടം. ഇറ്റ് സെറ്റിൽസ് അറ്റ് ദി ബോട്ടം സിൻസ് ദ ഡെൻസിറ്റി ഓഫ് മോൾട്ടൺ അലൂമിനിയം ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിക്വിഡ് ഇൻ ദി ബാത്ത്. ഈ ബാത്തിലുള്ള ലിക്വിഡിനെക്കാളും ഡെൻസിറ്റി കൂടിയതായതുകൊണ്ട് അലൂമിനിയം ഉണ്ടാവുന്ന അലൂമിനിയം താഴെ സെറ്റിൽ ചെയ്ത് ഒരു ലെയറായി എടുക്കും. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ദിസ് മോൾട്ടൺ അലൂമിനിയം വിച്ച് ആക്ട്സ് ആസ് ദി കാത്തോഡ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അലൂമിനിയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മോൾട്ടൺ അലൂമിനിയാണ് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുക. ഓഫ് കോഴ്സ് അതിന്റെ കണക്ഷൻ ഗ്രാഫൈറ്റിലെ കൂടി. മനസ്സിലായില്ലേ? So you can say the graphite lining inside the steel tank is acting as the cathode, but the actual cathode is actually as the molten aluminum and the anode is this one. ഇതാണ് അതിന്റെ സെറ്റപ്പ്. ഇതൊക്കെ വരച്ചൊക്കെ പഠിക്കുക, കാരണം ഇത് എക്സാമിനേഷന് പലപ്പോഴും ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ്. ഒരു സ്റ്റീൽ ടാങ്ക്, അതിന്റെ പുറത്തെ വരച്ചിലെ കുഴപ്പമില്ല, അകത്ത് ഗ്രാഫൈറ്റ് കോട്ടിങ്. ആ ഗ്രാഫൈറ്റ് ആണ് പ്രൈമറിലി നമ്മുടെ എന്താ അറ്റാക്ക് ചെയ്യുന്നത്? കാത്തോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് അറ്റാക്ക് ചെയ്യുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡിൽ ആനോഡ് ആരാണ്? ആനോഡിൽ ആരാണുള്ളത്? ഗ്രാഫൈറ്റ് റോഡ്സ് ഹാങ്ങിങ് ഫ്രം ദി, ഇതിലേക്ക് ഇങ്ങനെ മേലിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രൂപത്തിൽ ഗ്രാഫൈറ്റ് റോഡ്സ് ഉണ്ടാവും. ആൻഡ് ദി ഇലക്ട്രോണിക് ബാത്ത് ഇസ് അലൂമിന dissolved in molten cryolite. And since the current is very high, വോൾട്ടേജ് വളരെ കുറവായിട്ട് കറണ്ട് വളരെ കൂടുതലാണ്. ആ കറണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ വെരി ഹൈ ടെമ്പറേച്ചർ ഇസ് പ്രൊഡ്യൂസ്. ഈ ബാത്ത് ഒരിക്കൽ ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ബ്ലാസ്റ്റ് ഫർണസ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ once it starts operation it will continue working for many days or many weeks or months without stopping, because once it stops this aluminum will solidify and അലുമിനിയം സോളിഡ് ആവും. അപ്പോൾ തന്നെ കാരണം അതായത് ടെമ്പറേച്ചർ അവിടുത്തെ നിർത്താൻ വേണ്ടി കണ്ടിന്യൂസ് വർക്കിംഗ് ആണ്. ഇത് അലുമിനിയം പുറത്തേക്ക് ഇടുന്നതിനനുസരിച്ച് ഇതിനെ പുറത്തുനിന്ന് ഇട്ട് കൊടുക്കും പ്യൂരിഫൈഡ് അലൂമിന. ഈ സാധനം സോൾവെന്റ് ഇത് അവിടെ തന്നെ ഉണ്ട്, യാതൊരു മാറ്റം വരുന്നില്ല. എന്നിട്ട് അലൂമിന ഈസ് ആഡഡ് ഫ്രം ടൈം ടു ടൈം ആൻഡ് മോൾട്ടൺ അലൂമിനിയം ഈസ് ടാപ്ഡ്. പ്യുവർ അലൂമിന ഈസ് ആഡഡ് ഫ്രം ദി ടോപ്പ് ഫ്രം ടൈം ടു ടൈം and a molten aluminum metal is tapped out from the bottom from time to time. ഇടയ്ക്കിടയ്ക്ക് അലൂമിനിയത്തെ പുറത്തെടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പ്യുവർ അലൂമിനിയം ഓക്സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ്. ഓക്കെ, ഇനി എന്തൊക്കെ റിയാക്ഷൻ നടത്തും നമുക്ക്? ഇത് വായിച്ചാലാണ് റിയാക്ഷൻ നോക്കാം. നമുക്ക് വായിക്കേണ്ട അവിടെ നിന്നൊക്കെ വാക്യം വായിക്കാം. You can see that at the anode, ഇത് കാത്തോഡ് ആണ്, നമുക്കറിയാം നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇത് ആനോഡ് ആണ്, ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, യു സീ ദാറ്റ് യെസ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഇതിൽ എന്തൊക്കെയുള്ളത്? ഇതിൽ സോഡിയം അയൺസ് ഉണ്ടാവും, അലുമിനിയം അയൺസ് ഉണ്ടാവും, പിന്നെ ചേർത്ത് കാൽസ്യം ഫ്ലൂറൈഡ് ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ കാൽസ്യം, ഈ പറഞ്ഞ അയോൺസ് ഒക്കെ ഉണ്ട്. കാൽസ്യം അയോൺസ് ഉണ്ടാവും. ഇതിലുള്ള കാറ്റയോൺസ് ആണ് സോഡിയം അയോൺസ്, അലുമിനിയം അയോൺസ് ആൻഡ് കാൽസ്യം അയോൺസ്. അലുമിനിയം ഇതാണ്, ഇത് AlF6Na3 3Na പ്ലസും ഒരു AlF6 3-1. ഇന്ന് അലുമിനിയം പുറത്ത് വരില്ല. ഈ അലുമിനിയം അവിടെ തന്നെ, അതാണ് ഈ അലുമിനിയം അവിടെ തന്നെ ഉണ്ടാവും. Na3 AlF6 എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക, Na+ അയോണും 3 Na+ അയോണും ഒരു AlF6 3- അയോണും കൂടി ചേർക്കാണ് ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അറിയില്ല. അലുമിനിയം ഓക്സൈഡ് അയണൈസസ് ഇൻറ്റു Al2O3 ionize into 2Al3+ plus 3
O2- ഓക്സൈഡ് അയോൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സോഡിയം അയൺസും കാൽസ്യം അയൺസും ഒക്കെ ഉണ്ടാവും. പക്ഷേ അലുമിനിയം അയൺസ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാം, അതിന്റെ ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ പറഞ്ഞ സമയങ്ങളിൽ അലുമിനിയം അയൺസ് അതിന്റെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അതിന്റെ സ്ഥാനം അനുസരിച്ച് അലൂമിനിയം ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ കാത്തോഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, കാത്തോഡിലേക്ക് ആരാ പോവുക, കാറ്റയോൺസ്. അങ്ങനെ ആനോഡിലേക്ക് ആനോൺസ് പോവും, കാത്തോഡിലേക്ക് കാറ്റയോൺസ് പോവും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നമ്മുടെ കാത്തോഡ് ആരാണ്? കാത്തോഡ് ഈ ഗ്രാഫൈറ്റ് ലൈനിങ് ആണ്. സോ ദാറ്റ് ദ കാറ്റയോൺസ്, ദാറ്റ് ഈസ് ദ അലുമിനിയം അയോൺസ്, goes to the cathode. അവിടെ എന്ത് സംഭവിക്കും? At the cathode, what reaction takes place? Yes, you know, Al3+, aluminum ions. When aluminum ions വരുന്നത് by the ionization of a aluminum oxide into aluminum ions and oxide ions. This aluminum ions during the passage of the direct current moves towards the cathode, and at the cathode it will receive electrons, Al3+ plus 3 electrons, giving Al method. That's the reaction that's taking place at the cathode. And at the anode, what happens? Anode like O2- ion. O2- ion release the electrons that worry and get converted into oxygen atoms. അപ്പോൾ ആനോഡില് ഇതുണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, കാത്തോഡില് അലുമിനിയം ഉണ്ടാവും. അങ്ങനെയുള്ള വേണ്ടത്. When aluminum oxide is electrolyzed, aluminum is deposited at the cathode and oxygen at the anode. പക്ഷേ ഈ ഓക്സിജൻ ഒരു കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഓക്സിജൻ നെയ്സന്റ് ഓക്സിജൻ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. ഇവിടെ ഇരിക്കുന്നത് കാർബൺ, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. ടെമ്പറേച്ചർ എത്രയാണ്? ടെമ്പറേച്ചർ 1000 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ദിസ് ഓക്സിജൻ വിൽ റിയാക്ട് വിത്ത് കാർബൺ, ഫോമിങ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആയി മാറും. And the carbon monoxide, when it is released to the atmosphere, react with again with atmospheric oxygen, forming carbon dioxide. ഇത് നമ്മുടെ അവിടെ ഉണ്ടായ ഓക്സിജൻ, ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ. എന്തായാലും ശരി, അവസാനം എന്തായി മാറും? ഇത് കാർബൺ ഡയോക്സൈഡ്. ലേശം കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് ഈസ് ഹൈലി പോയ്സണസ്. കാർബൺ ഡയോക്സൈഡ് ഓൾസോ ഈസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. നമുക്കറിയാം പൊള്യൂട്ടൻറ്റ്, ഇതിൻ്റെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മൊത്തത്തിൽ. എന്ത് അലുമിനിയത്തിൻ്റെ മെറ്റൽ ഈ പറഞ്ഞ പ്രോസസ്സ്. പക്ഷേ രക്ഷയില്ല, അത് വേറൊരു കാര്യം. അപ്പോഴേ എന്താവും? ഈ കാർബൺ റിയാക്ട് ചെയ്ത് തീരും. ഏത്? ആനോഡ്. പറയുന്നത് ക്ലിയർ ഉണ്ടോ? ബിക്കോസ് ദ ഓക്സിജൻ റിലീസ്ഡ് അറ്റ് ദി ആനോഡ് react with the carbon of the anode at this high temperature. The temperature is very high, so that carbon gets oxidized into carbon monoxide and subsequently into carbon dioxide. And that's it. You can see that the anode is eaten away എന്ന് പറയും. പതുക്കെ ഈറ്റുന്നു പോവാം. കാരണം എന്താണ്? ചെറുതായി വരും. കുറച്ച് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് തീരും. ഇപ്പോൾ പുതിയ ആനോഡ് സെറ്റ് ഇങ്ങനെ വെച്ചെടുക്കേണ്ടി വരും. ഗ്രാഫൈറ്റോട് പുതിയ ഇങ്ങനെ ഇടക്കിടക്ക് സ്ഥാപിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ഇത് ഇല്ലാതായി പോകും. ബിക്കോസ് എന്താ സംഭവിക്കുന്നത്? കാർബൺ ഈസ് കൺവേർട്ടഡ് ഇൻടു കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പോൾ ഇത് ഇടക്കിടക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതാണ് എൻ്റെ ഒരു ചിലവ് പ്രധാനമായിട്ട്. പിന്നെ ഭയങ്കര കറണ്ട് വേണം. കാരണം എന്താണ്? Al3+ 3 ഇലക്ട്രോൺസ്, അത്രയും കറണ്ട് ആവശ്യമുണ്ട്. മനസ്സിലായി? ഒരു ഇലക്ട്രോൺ അല്ല, 2 ഇലക്ട്രോൺ അല്ല, 3 ഇലക്ട്രോൺ മാത്രം ഉണ്ടാകുന്ന അലുമിനിയത്തിന്റെ അറ്റോമിക് മാസ് വളരെ കുറവാണ്. ഏകദേശം 27 ഉള്ളൂ. 1 മോൾ ഓഫ് അലുമിനിയം ഉണ്ടാകും, 27 ഗ്രാം അലുമിനിയം ഉണ്ടാവും. മനസ്സിലായില്ലേ? 1 മോൾ ഓഫ് അലുമിനിയം ഉണ്ടാണെങ്കിൽ 3 ഫാരഡേസ് ഓഫ് ഇലക്ട്രിസിറ്റി വേണം. ഫാരഡേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. 3 ഫാരഡേസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് റിക്വയർഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ജസ്റ്റ് 27 grams ഓഫ് അലുമിനിയം. അപ്പോൾ അലുമിനിയം ഉണ്ടാക്കാൻ ഒരുപാട് കറണ്ടിന്റെ ചിലവുണ്ട്. ഈ കറണ്ട് ഉണ്ടാക്കുന്നതും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആ പ്രോസസ്സ് എല്ലാം നമുക്കറിയാം. പലപ്പോഴും മൊത്തത്തിൽ ഇത് എൻവയോൺമെന്റിൽ ഫ്രണ്ട്ലി തീരെ അല്ലാത്ത ഒരു പ്രോസസ്സാണ്. പക്ഷേ രക്ഷയില്ല. ഇപ്പം മിക്കവാറും ലോകത്തെല്ലായിടത്തും അലുമിനിയം ഐസൊലേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡ് തന്നെയാണ്. ഇവൺ ദോ ഇറ്റ് ഈസ് ഹൈലി പൊള്യൂട്ടിങ്. ഓക്കെ. പിന്നെ ഈ ബാക്കി വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പ്രോസസ്സിന്റെ പേരെന്തായിരുന്നു? ബെയർസ് പ്രോസസ്സിൽ അലുമിനിയം ഓക്സൈഡ് റിമൂവ് ചെയ്ത് ബാക്കി വരുന്ന സാധനം നമുക്കറിയാൻ പറ്റി. ആ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ the bauxite is dissolved in sodium hydroxide and all other things except aluminum oxide remains undissolved. അതിന് മഡ് എന്ന് പറയും. ആ മഡ് വളരെ കൂടുതലുണ്ടാവും. അത് കംപ്ലീറ്റ് ഓരോ സ്ഥലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കുകയാണ്. അതും ഹൈലി പൊള്യൂട്ടിംഗ് ആണ്. മൊത്തത്തിൽ ദിസ് പ്രോസസ് ആസ് സച്ച് ഈസ് ഹൈലി പൊള്യൂട്ടിംഗ് ആൻഡ് നോട്ട് അറ്റ് ഓൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. എൻവയോൺമെന്റിന് എതിരായിട്ടുള്ള ഒരു സാധനമാണ്. ഇതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ പ്രോസസ്സ് നമ്മൾ പഠിച്ചു വെക്കുക.
അപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്, വേറെ രക്ഷയില്ല. അലുമിനിയത്തിന്റെ 2 സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ ഓഫ് എ ബോക്സൈഡ് ടു ഗെറ്റ് എ പ്യൂർ അലുമിനിയം ഓക്സൈഡ്. സെക്കൻഡ് വൺ ഈസ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അലുമിനിയം ഓക്സൈഡ് to get aluminum. First process is called the Bayer process, and second one is electrolysis is called a process called Hall-Héroult process. HALL-HERAULT Héroult process. ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ പലപ്പോഴും അലുമിനിയം ചോദിക്കാറുണ്ട്. അലുമിനിയം ചോദിക്കണമെന്നില്ല, നിക്കൽ ചോദിക്കാം, അയൺ ചോദിക്കാൻ പഠിക്കാനുള്ള കോപ്പറൊക്കെ ചോദിക്കാം. എനിവേ ഈ ഡയഗ്രാം ഓർത്ത് വെക്കുക. ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അതിൽ എന്താ ഇലക്ട്രോളൈസ് ചെയ്യുന്നത്? വെരി ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ ക്രയോളൈറ്റ് ഈസ് ദ സോൾവെന്റ്. കാൽസ്യം ഫ്ലോറൈഡ് ഈസ് ആഡഡ് ടു bring down the melting point, and the solute is a pure aluminum oxide obtained from the first stage, that is the Bayer process. Bayer process nu parayum. And the steel tank consists of a steel tank, as it is outlined line outside, inside graphite ഉണ്ട്. അതാണ് നമ്മുടെ കാത്തോഡ് ആനോഡ് എന്ന് പറഞ്ഞാൽ. രണ്ടും ശരിക്കും എവിടെയും ഗ്രാഫൈറ്റ് എവിടെയും ഗ്രാഫൈറ്റ് ഉണ്ട്, യാതൊരു വ്യത്യാസമില്ല. രണ്ടും ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ലൈനിങ് as the cathode, and the graphite rods hanging from the top as the anode. At the anode, oxygen is released, it reacts with the carbon, forming carbon dioxide. ഓക്കെ, മൊത്തത്തിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ആർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സാധാരണ പ്രോസസ്സ് എന്താണ്? നമ്മൾ പറഞ്ഞ മെറ്റൽ ഓക്സൈഡ് റിഡ്യൂസ് ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. Al2O3 + 3C ഗിവിങ് 2Al + 3CO. ഇതാണ് നമ്മുടെ പ്രോസസ്സ് വേണ്ടത്. നമ്മൾ പറയാം, പക്ഷെ കാർബൺ റിഡക്ഷൻ നടത്തണമെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചർ വേണം. മനസ്സിലായി? നമ്മൾ എല്ലിക്കാണ്ട് എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. Any metal oxide can be reduced with carbon provided sufficiently high temperature is attained. കാരണം നമ്മുടെ മെറ്റൽ ഓക്സൈഡിന്റെ ലൈൻ ഇങ്ങനെയാണ്, കാർബണിന്റെ ലൈൻ ഇങ്ങനെയാണ്. ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയം വളരെ ഹൈ ടെമ്പറേച്ചറിലാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാവും, ഓർമ്മയൊന്നുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പറയുന്നില്ല. പക്ഷെ മൊത്തത്തിലൂടെ നടക്കുന്ന എന്താണ്? ഈ ഗ്രാഫൈറ്റിലുള്ള കാർബൺ അലുമിനിയം ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് അലുമിനിയം ആക്കുന്നു. കാർബൺ ഈസ് കൺവേർട്ടഡ് ചെയ്ത് കാർബൺ മോണോക്സൈഡ്. ഇവിടെ നടക്കുന്നത് ഇലക്ട്രോളിസിസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അലുമിനിയം ഈസ് റിലീസ്ഡ് ആൻഡ് കാർബൺ ഈസ് കൺവേർട്ടഡ് ഇൻടു കാർബൺ ഡൈ ഓക്സൈഡ്. നെറ്റ് റിയാക്ഷൻ ഇവിടെ നിന്ന് അലുമിനിയം ഓക്സൈഡ് ഈസ് കൺവേർട്ടഡ് അലുമിനിയം ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഇവിടെ അലുമിനിയം ഓക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ഫോമിംഗ് അലുമിനിയം ആൻഡ് കാർബൺ മോണോക്സൈഡ്. വ്യത്യാസമൊന്നുമില്ല ചെയ്തത്. കെമിക്കലി രണ്ട് തുല്യമാണ്. ഫിസിക്കലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് കാർബൺ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഇതെന്താണ്? കാർബൺ ഇലക്ട്രോഡ് വെച്ചിട്ട് ഇലക്ട്രോളൈസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഉണ്ടാകുന്ന ഓക്സിജൻ കാർബൺ റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആകും. ഈ പറഞ്ഞ ഹൈ ടെമ്പറേച്ചറിന് പകരം ഹൈ കറണ്ട് നമ്മൾ എനർജി ഉപയോഗിക്കുന്നു. ഒരുപാട് കറണ്ട് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. Is more economic than applying very high temperature to reduce aluminum oxide with a carbon. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. That's the metallurgy of aluminum. നമ്മൾ ഒരു മെറ്റൽ ആദ്യം പഠിച്ചത് അയൺ പഠിച്ചു, രണ്ടാമത്തത് അലുമിനിയം പഠിച്ചു, രണ്ടാമത്തെ നിക്കൽ പഠിച്ചു, മൂന്നാമത്തത് അലുമിനിയം പഠിച്ചു. 3 മെറ്റലർജി പഠിച്ചിട്ട് 2 എണ്ണം കൂടി ബാക്കിയുണ്ട്. പഠിക്കാറുള്ളത് കോപ്പറും ടൈറ്റാനിയമാണ്. 2 എണ്ണം കൂടി പഠിക്കാനേ ഉള്ളൂ. 5 മെറ്റലാണ് പഠിക്കുന്നത്. കോപ്പർ ആൻഡ് ടൈറ്റാനിയം. അതെന്തായാലും ഇപ്പൊ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് 5th. ഇതിപ്പോ 6th പഠിക്കുന്നത്. 5th സെമ്മിന്റെ ഡേറ്റ് മാർച്ച് 15 6th ഡേറ്റ് ഡിക്ലെയർ എന്ന് പറയുന്നുണ്ട്. മാർച്ച് 30 എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടും തമ്മിൽ 5 ദിവസം വ്യത്യാസമുള്ളൂ. എന്തായാലും വരാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഒരു ഡേറ്റ് നിന്ന് കേട്ടിട്ടുണ്ട്. മാർച്ച് 30 6th സെമ്മ് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം നമ്മള് 5th സെമ്മ് കഴിഞ്ഞാൽ 30 തുടങ്ങില്ലെങ്കിലും നമുക്ക് അധികം ഗ്യാപ്പില്ലാതെ 6th സെമ്മിന്റെ ക്ലാസ്സും പരീക്ഷയും ഉണ്ടായിരിക്കും. ഇതിപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന 6th സെമ്മിനാണ്. 5th സെമ്മിന്റെ പോർഷൻസ് ഒക്കെ വീണ്ടും എടുത്ത് ബ്രഷപ്പ് ചെയ്ത് പഠിച്ച് റെഡിയാക്കി വെക്കുക. പരീക്ഷ മാർച്ച് 15 അത് കാരണവശാലും അങ്ങോട്ടും മാറ്റാനുള്ള സാധ്യതയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6th പഠിക്കാൻ സമയം പഠിപ്പിച്ചു തരുന്നൊന്നുമില്ല. വേറെ കാര്യം, വളരെ കുറച്ച് സമയമേ കിട്ടൂ. അതുകൊണ്ട് തന്നെ യു വിൽ ഹാവ് ടു ബി മോർ കെയർഫുൾ. കഴിയുന്ന വേഗം പഠിപ്പിച്ച പോർട്സ് ഒക്കെ പഠിച്ചെടുക്കുന്നുണ്ടെങ്കിൽ 5th സെമ്മിന്റെ പരീക്ഷ വരുന്നത് 15 എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എത്രയായി? ഇന്ന് 18 ഫെബ്രുവരി 18. 1 മന്ത് പോലും ഇല്ല.
ഫിഫ്ത്ത് സെമ്മിൻ്റെ പേപ്പേഴ്സൊക്കെ തറവായിട്ട് റിവൈസ് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്യാറുണ്ട്.